എന്റെടാ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഈ ഫസ്റ്റ് ട്രിപ്പ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങയിൽ നിന്നിട്ട് ഗോപാലസ്മപേട്ടയിലോട്ടുള്ള യാത്രയിൽ ബന്ദിപ്പൂർ ഫോറസ്റ്റിലും മുത്തങ്ങ ഫോറസ്റ്റിലും കണ്ട കരടിയെയും അതുപോലെ എലിഫന്റ് ക്രോസിംഗ് മൊമെൻ്റ് ഒക്കെ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഗോപാലസ്മപേട്ട പോയതിൻ്റെ. അങ്ങനെ കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയും കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റും കടന്നിട്ട് നമ്മൾ തമിഴ്നാടിൻ്റെ മുതുമല ഫോറസ്റ്റിൽ കൂടെ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ തേപ്പക്കാട് എലഫൻറ്റ് ഫീഡിംഗ് ക്യാമ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെയാണ് ഈ മുതുമല ടൈഗർ റിസർവിലെ ബസ് സഫാരിയും ജീപ്പ് സഫാരി പോയിന്റും അതുപോലെ തന്നെ എലഫൻറ്റ് ഫീഡിംഗ് ക്യാമ്പിലോട്ട് പോകണമെങ്കിലുള്ള ടിക്കറ്റും എല്ലാം കിട്ടുന്ന റിസപ്ഷൻ ഇവിടെയാണുള്ളത്. ഇവിടുത്തെ ഈ സഫാരിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് 9 മണി വരെ, അതുപോലെ ഈവനിങ് ആണെങ്കിൽ 3 മണി തൊട്ട് 5 മണി വരെയാണ് ടൈമിംഗ് പറയുന്നത്. അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 340 രൂപയാണ് അഡൽറ്റിന് വരുന്നത് കേട്ടോ. വീക്കെൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ചാൻസ് ഉണ്ട് സഫാരി പോകാനാണ്. അതുപോലെ വർക്കിംഗ് ഡേയ്സിൽ വരികയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ലെങ്കിൽ സഫാരി പോകാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ ഈ ബസ് സഫാരി എന്ന് പറയുന്നത് മാക്സിമം 1 മണിക്കൂറൊക്കെ നമുക്ക് കാട്ടിനുള്ളിലൂടെ കിട്ടത്തുള്ളൂ. ഒരുപാട് മൃഗങ്ങളെ കാണാനുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ട് വരരുത് കേട്ടോ. പിന്നെ ആനിമൽ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലെക്കാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ യാത്രയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പോട്ടഡ് ഡിയേഴ്സിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇവിടെ ഈ ഏരിയയിൽ ഒരുപാട് ആയിരക്കണക്കിന് സ്പോട്ടഡ് ഡിയേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ യാത്രയുടെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർ എന്താ പറയുക, നമുക്ക് ഈ ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരുപാട് നേരം നമുക്ക് നിർത്തിത്തരാനോ ഫോട്ടോസ് എടുക്കാനുള്ള ആ ഒരു വികാരവും വിചാരമൊന്നും അവിടുത്തെ സ്റ്റാഫിനൊന്നുമില്ല. അവർ 1 മണിക്കൂർ പോകുന്നു, യാത്ര ചെയ്യിപ്പിക്കുന്നു, നമ്മളെ കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. കബനിയിലും ബന്ദിപ്പൂരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ സൈറ്റിംഗ് കിട്ടിയാൽ നിർത്തി തരുമെന്നുള്ളതാണ്. എന്താ നോക്കി ഗാംഭീര്യം നോക്കിക്കേ, നല്ല അടിപൊളി കൊമ്പുള്ളൊരു മാന നോക്കിക്കേ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ 1 മണിക്കൂറുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. കാട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് ഓരോ കാട്ടിലും ഓരോ അനുഭവമാണല്ലോ നമുക്ക് കിട്ടുന്നത്. എന്താണെങ്കിലും ഭാഗ്യമുണ്ട് കേട്ടോ, ആന സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞി ആനയും ഉണ്ട് കേട്ടോ, അധികം പ്രായമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാട്ടിലൂടെയുള്ള നമ്മുടെ ഈ സഫാരിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നാൽ പോലും നമ്മൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും തന്നെ ഫാമിലി പിള്ളേരെല്ലാം ആയിട്ട് വന്നതാണ്. ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഇത് തന്നെയാണല്ലോ. പക്ഷേ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകം നമ്മൾ ഈ സഫാരിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സൗണ്ട് ഇടാണ്ടിരിക്കുകയാണെങ്കിൽ ആനിമൽസിനും അത് ശല്യമാവില്ല, നമുക്ക് കൂടുതൽ നല്ല സൈറ്റിംഗ് കിട്ടാനും എല്ലാത്തിനും ഒരു ഉപകാരമാകുകയും ചെയ്യണം കേട്ടോ. നോക്കി കുഞ്ഞനാന അമ്മയോട് ചേർന്ന് നിന്ന് എന്തോ പുല്ല് തപ്പിപ്പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. എന്ത് ക്യൂട്ടാ നോക്കി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു കൂട്ട് ആനേനെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ വഴിയോട് ചേർന്ന് തന്നെയാണ് ഒരു കൂട്ടമുണ്ട്. ഈ തേപ്പക്കാട്ടെ ഈ ബസ് സഫാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ പോലും ഇതിപ്പോൾ നമുക്ക് മുതലായിരിക്കുകയാണ് കേട്ടോ. രണ്ട് സ്ഥലത്ത് വെച്ചാണ് നമുക്ക് ആന സൈറ്റിംഗ് കിട്ടിയത്. അത് ഇവിടുത്തെ ഈ എലിഫൻറ്റ് സൈറ്റ് എന്ന് നോക്കി എത്ര ആനയെന്ന് നോക്കി, അടിപൊളി തന്നെ. തൊട്ടടുത്ത് 3-4 കുട്ടിയാനകളും ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്ക്, ഈ 3 ആനകളുടെ ഇടയിൽ ഒരു കുഞ്ഞി കുട്ടിയാന ഉണ്ട് കേട്ടോ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത് എനിക്ക് തോന്നുന്നു ഉണ്ടായതുള്ളെന്ന് തോന്നുന്നു കേട്ടോ. അധികം നാളൊന്നും ആയിട്ടില്ല. എന്താണേലും അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളവിടെ ഇച്ചിരി നേരം നിർത്തിയിട്ടപ്പം തന്നെ ആന 2-3 അമ്മയാനകൾ ഇതാ തൊട്ട് വഴി സൈഡിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു മുന്നേ എന്താണെങ്കിലും നമ്മുടെ ഡ്രൈവർ ഇത് വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇതാ ജിപ്സി സഫാരി പോയിട്ടുണ്ട് കേട്ടോ. ജിപ്സി സഫാരിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സൈറ്റിംഗ് കിട്ടാനും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ സഫാരി കഴിഞ്ഞ് നമ്മൾ ബസ് എടുത്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറേ ആനകളൊക്കെ കാണാം കേട്ടോ. തേപ്പക്കാട്ടെ എലഫൻറ്റ് ക്യാമ്പിലെ ആനകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്.
അപ്പോൾ ഈ എലഫൻറ്റ് ഫീഡിംഗ് ക്യാമ്പിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 8:30 തൊട്ട് 9 മണി വരെയും അതുപോലെ ഈവനിങ്ങിലാണെങ്കിൽ 5:30 തൊട്ട് 6 മണി വരെയാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഈ സഫാരിയുടെ ടിക്കറ്റ് എടുത്ത് അതേ കൗണ്ടറിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള ഈ ടിക്കറ്റ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പം തേപ്പക്കാട്ട് ഈ സഫാരിയും അതുപോലെ തേപ്പക്കാട്ട് എലഫൻറ്റ് ഫീഡിംഗ് ക്യാമ്പ് രണ്ടും കൂടെ ഒരുമിച്ച് കാണുകയാണെങ്കിൽ പിള്ളേരെ കുട്ടിക്ക് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരിക്കും. ഈ വഴി ഇവിടുന്ന് മസനഗുഡിയിലോട്ടുള്ള ഒരു യാത്ര കൂടി ആകുമ്പോഴത്തേക്കും പൊളിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് മസനഗുഡിയും അവിടുത്തെ റിസോർട്ട് സ്റ്റേയും അതുപോലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളൊക്കെ ആയിട്ടാണ് അടുത്ത ദിവസം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആയിരിക്കും. അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.